Good morning. ഇത്രയും കുട്ടികളെ ഉണ്ടായിരുന്നാണോ? ഓക്കെ, സനല 15 പേരാണ് ഇവിടെ ജോയിൻ ചെയ്തേക്കുന്നേ. ഓക്കെ, നിങ്ങൾ നോക്കിയായിരുന്നോ ചാപ്റ്റർ? നമ്മൾ 6th മൊഡ്യൂളിലെ 2 ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചായിരുന്നോ? വെറുതെ ഒന്ന് മറച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, അപ്പൊ 1ാമത്തെ 3ാമത്തെ ചാപ്റ്റർ നമ്മൾ റിവിഷൻ ചെയ്തു. പിന്നെ ജസ്റ്റ് 8ാമത്തെ ചാപ്റ്ററിന്റെ കുറച്ച് സെക്ഷനാണ് നമ്മൾ പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് തന്നേക്കുന്നതൊക്കെ നിങ്ങൾ പഠിക്കുക കേട്ടോ. അതിനകത്ത് ഓരോ മൊഡ്യൂള് എന്തൊക്കെയാ പറയുന്നതെന്നുള്ളത്. അത് ഫസ്റ്റും 3ും നെക്സ്റ്റ് നമ്മൾ 8ാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിവിഷൻ ചെയ്തായിരുന്നു. ഇനിയിപ്പോ നമുക്ക് നോക്കുന്നത് ചാപ്റ്റർ 2 ആണ് കേട്ടോ. 6th മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ഇന്ന് പേജ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. വായിച്ചു നോക്കിയോ? ഇതാണ് ആരൊന്നും പറയാത്തെ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയായിരുന്നോ? ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങള് കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മള് 6th മൊഡ്യൂളിലെ 2ാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ അഡ്മിനിസ്ട്രേഷൻ വ്യൂ ആയിരുന്നു നമുക്ക് 2ാമത്തെ ചാപ്റ്റർ. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യത്തെ കാര്യങ്ങൾ ഓപ്പറേഷൻ മാനേജ്മെന്റ്. ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്താണ്? ആ ഒരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ അതിനകത്ത് ഏതൊക്കെയാണെന്നുള്ളതാണ് മാനേജ്മെന്റിനെ ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതുണ്ട്, ലീഗൽ. ഫിനാൻഷ്യൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ലീഗൽ. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ആണ്. പിന്നെ അതിന്റെ ചലഞ്ചസ്. പിന്നെ ബബിൾസിൽ കൊടുത്തിട്ടില്ലേ? ഓപ്പറേഷണൽ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോ അത് നിങ്ങൾ നോക്കണം കേട്ടോ. ഏതൊക്കെയാണ് ആ ചലഞ്ചസ് എന്നുള്ളത് നോക്കാം. ഞാൻ പറയണില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോണതാണ് കേട്ടോ. ഇത് റിവൈസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ആ ചലഞ്ചസ്? ഇനി നെക്സ്റ്റ് താഴെ അവിടെ കൊടുത്തേക്കണത് നമുക്ക് നെക്സ്റ്റ് കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദ ചലഞ്ചസ് ഓർ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ് വിത്തിൻ ദ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. ഏതൊക്കെ ഏരിയസിലാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടത്? ചലഞ്ചസ് ഓഫ് ഏരിയ ഫോർ ഇംപ്രൂവ്മെന്റ് വിത്തിൻ എ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. ഏതൊക്കെ ഏരിയകളാണ് എന്നുള്ളത് ആ പോയിന്റുകൾ നോക്കണം. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത് ഏതാണ്? ബെനിഫിറ്റ് ആണ്. അത് നോക്കി വെക്കാം. മെയിൻ പോയിന്റ് നോക്കാം കേട്ടോ. നമ്പർ ഓഫ് ബെനിഫിറ്റ് ടു സക്സസ്ഫുൾ ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ്. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസ്, then improved bottom line and competitive edge, automating or simplifying recurring tasks, then clarifying റോൾസ്. ഓരോരുത്തരുടെ റോൾസ് ക്ലാരിഫൈ ചെയ്യുക. പിന്നെ അടുത്തതാണ് ഐഡന്റിഫൈങ് പേഷ്യന്റ് കെയർ ട്രെൻഡ്സ്. പേഷ്യന്റ് കെയർ ട്രെൻഡ്സ് നമ്മൾ മനസ്സിലാക്കുക. ഇംപ്രൂവ്ഡ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഓരോ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. ബെനിഫിറ്റ്സിൽ പറഞ്ഞേക്കുന്നത് ആ പോയിന്റ്സുകൾ നോക്കി വെക്കണം നിങ്ങൾ കേട്ടോ. ബെനിഫിറ്റ്സ് ഏതൊക്കെയാണ്? ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്? ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസ്. രണ്ടാമത്തെ ഇംപ്രൂവ്ഡ് ബോട്ടം ലൈൻ ആൻഡ് കോമ്പറ്റീറ്റീവ് എഡ്ജസ്. ഓട്ടോമാറ്റ് ചെയ്യുക ഓർ സിംപ്ലിഫൈങ് റിക്കറിംഗ് ടാസ്ക്. പിന്നെ ഓരോരുത്തരുടെ റോൾസ് ക്ലാരിഫൈ ചെയ്യുക. ഐഡന്റിഫൈ പേഷ്യന്റ് കെയർ ട്രെൻഡ്സ്. ഇംപ്രൂവ്ഡ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ ഹൗ ടു ഇംപ്രൂവ് ഓപ്പറേഷൻ മാനേജ്മെന്റ്. ഹെഡിങ് എന്തായിരുന്നു? എങ്ങനെ നമുക്ക് ഒരു ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? അതിനകത്തും പോയിന്റ്സ് നോക്കുക. കളക്ട് ആൻഡ് ലിവറേജ് ഡേറ്റ. അതായത് റൈറ്റ് ഡേറ്റ കളക്ട് ചെയ്യുക. ശരിയായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുക. എങ്ങനെ നമുക്ക് ഒരു ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? അല്ലെ? അതായിരുന്നു ക്വസ്റ്റ്യൻ.
ഡേറ്റ സെർച്ച്, അത് എങ്ങനത്തെ ഡേറ്റ? ദ റൈറ്റ് ഡേറ്റ, ശരിയായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുക. പിന്നെ ഓട്ടോമാറ്റ് ചെയ്യുക, സാധ്യമായ എല്ലായിടത്തും ഓട്ടോമാറ്റിക് ആക്കുക, ഓട്ടോമാറ്റ് ചെയ്യുക, മാനുവൽ പ്രോസസ്സ് മാറ്റി ഓട്ടോമാറ്റ് ചെയ്യുക. പിന്നെ എനേബിൾ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, നല്ല കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുക. പിന്നെ പറഞ്ഞത് എന്താണ്? പ്രൊവൈഡ് ടൂൾസ്, എംപ്ലോയീസിന് അവരുടെ വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസുകൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അടുത്തതാണ് അഞ്ചാമത്തെ പോയിന്റ്, ഇന്റഗ്രേറ്റ് വിത്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റം, ഇതിലുള്ള സിസ്റ്റവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക, സംയോജിപ്പിക്കുക. പിന്നെ അടുത്തത് ഇത് പറഞ്ഞത് നമ്മൾ ഒരു ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റ് നേരിടുന്ന പ്രശ്നങ്ങൾ, ഇഷ്യൂസ്, ആശങ്കകൾ ആൻഡ് കൺസേൺസ്, ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്, പ്രശ്നങ്ങളും ആശങ്കകളും. പിന്നെ അടുത്തതാണ് ഹെൽത്ത് കെയർ ഓപ്പറേഷണൽ ചലഞ്ചസ്. ഓക്കെ, ഹെൽത്ത് കെയർ ഓപ്പറേഷണൽ ചലഞ്ചസ്. പിന്നെ അടുത്ത ഹെഡിങ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ചലഞ്ചസ്. എന്തൊക്കെയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എന്തുമായിട്ട്? കണ്ടെയ്നിങ് റൈസിംഗ് കോസ്റ്റ്, ഉയർന്ന കോസ്റ്റുമായി ബന്ധപ്പെട്ട്, മെഡിക്കൽ ഇറേഴ്സുകള്, ക്വസ്റ്റ്യനബിൾ റിസൾട്ട്സ് ഫ്രം ഹൈ കോസ്റ്റ്, പാർട്ണറിംഗ് വിത്ത് ഡോക്ടേഴ്സ്, വേ ഫോർവേഡ് ആൻഡ് ജിയോവിസ് കോൺട്രിബ്യൂഷൻ, ക്ലിനിക്കൽ ഓപ്പറേഷൻ, പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്. ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഞാനത് ഓടിച്ചും പറഞ്ഞു പോയതാണ് എന്തൊക്കെയാണ് വന്നേക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. മോക്ക് ടെസ്റ്റിലും ഒക്കെ ചെയ്തേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം വായിച്ചു പോകാം. നമുക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കട്ടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ. ഓക്കെ, in proper operation management, implementing proper tools can help dash. In proper operation management, implementing proper tools, ഇത് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് can help in, എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? സഹായിക്കുന്നു. ഓക്കെ, ഓപ്ഷൻസ് വായിക്കാം. Okay, okay. Improving staff and client communication. Improving staff and client communication. Promote more effective collaboration among healthcare providers. Promote more effective collaboration among healthcare providers. Then, അടുത്തത്, reduce or eliminate bottlenecks in your workflow. Reduce or eliminate bottlenecks in your workflow. Then, അടുത്തതാണ് ഓപ്ഷൻ ഡി, all of the above. എല്ലാവരും വരുന്നതാണ് അല്ലെ. അതായത് ഒരു നല്ലൊരു പ്രോപ്പർ ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇംപ്ലിമെന്റ്, അതിലെ പ്രോപ്പർ ടൂൾസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്തത് എക്സ്പാൻഡ് HIPAA, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് ആക്യുറസി ആക്ട്, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്, Health Insurance Portability and Attribute Act. ഏതാ? HIPAA. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അല്ലെ. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The challenges of operation management have impact on dash. The challenges of operation management have impact on, എന്തിലൊക്കെ ആ ഒരു സ്വാധീനം ചെലുത്തുന്നു? ഓക്കെ, പ്രൊഡക്ടിവിറ്റി, ഓപ്ഷൻ ബിയിലെ എംപ്ലോയി മിറാൽ, then ഓപ്ഷൻ സിയിലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഓപ്ഷൻ ഡിയിലെ all of the above. ഓക്കെ, all of the above അല്ലെ. ഇമ്പാക്ട് ഓൺ, എന്തിലൊക്കെ ഇമ്പാക്ട് ചെയ്യുന്നു? പ്രൊഡക്ടിവിറ്റിയില്. Okay, next question, okay. The main operational challenges faced by the hospitals are dashed. The main operational challenges
faced by hospitals are dash. Patient safety, option A. Option B, hospital security. Option D, option C, both A and B. Option D, none of the above. Okay, option C, both A and B. Random. Adana bubble C kadakkanandille. Operational challenges faced by the hospital. Adinathu varunnuണ്ട്. Main operational challenges faced by the hospital. Edikana patient satisfaction, hospital security. Both A and B aanu. Option C aanu correct. Ini nokki benefits inanu. Which of the following comes under the benefits of healthcare operation management? Which of the following comes under the benefits of healthcare operation management? Benefits: better client experience, better client experience. രണ്ടാമത്തെ clarifying role. Then option C, automating or simplifying recurring task. Option D, all of the above. Benefits include ചെയ്തു. Okay, very good. ഇപ്പൊ നമ്മൾ വായിച്ചു പോയത് രണ്ട് പ്രാവശ്യം നമ്മൾ അത് വായിച്ചു പോയി അല്ലെ. better client experience, രണ്ടാമത്തെ clarifying role, automatic or simplifying recurring task. അത് മൂന്നും ആ ബെനിഫിറ്റ്സിൽ വരുന്നതാണ് കേട്ടോ. ഹെൽത്ത് കെയർ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇനി more efficient operations means. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. more efficient operation means എന്ന് വെച്ചാൽ എന്താണ്? more efficient operation എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? more wasted time and money, more wasted resources, then less wasted time and money. ഏതാണ് efficient operation എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ സി, ലെസ് വേസ്റ്റഡ് ടൈം ആൻഡ് മണി. കുറച്ച് ടൈമും മണിയും കുറച്ച് വേസ്റ്റ് ആക്കുക, അതാണ് എഫിഷ്യന്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലെസ് വേസ്റ്റഡ് ടൈം ആൻഡ് മണി. Operational excellence require giving dash the proper the proper tools to the confident and successful in customer interaction. Operational excellence require giving option വായിക്കാട്ടോ. ആർക്കാണ് നൽകേണ്ടത്? ഓപ്ഷൻ എയില് പേഷ്യൻസ്, ഓപ്ഷൻ ബിയില് എംപ്ലോയി, ഓപ്ഷൻ സിയില് വിസിറ്റേഴ്സ്, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോവ്. നമുക്ക് ആ കറക്റ്റ് ടൂൾസ് കൊടുക്കണം എന്ന് പറഞ്ഞേക്കണ നല്ലൊരു മികവിന്, ഓപ്പറേഷണൽ എക്സലൻസിന് ആർക്ക് കൊടുക്കാനാ പറഞ്ഞേക്കണ ആ ടൂൾസ്? പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ് ആർക്കടെ കയ്യിൽ കൊടുക്കണം? പേഷ്യൻസിന്റെ കയ്യിലാണോ? ഓപ്ഷൻ എയില് പേഷ്യൻസ് എന്നാണ്, ഓപ്ഷൻ ബിയില് എംപ്ലോയീസ് എന്നാണ്, എംപ്ലോയീസ്. ഓപ്ഷൻ സിയില് വിസിറ്റേഴ്സ് എന്നാണ്, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോവ്. ആരുടെ കയ്യിൽ കൊടുക്കാനാ പറഞ്ഞ? സ്റ്റാഫിന്റെ അല്ലെങ്കിൽ എംപ്ലോയിയുടെ കയ്യിൽ കൊടുക്കണം. ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ കയ്യിൽ പ്രോപ്പർ ടൂൾസ് കൊടുത്താലാണ് നമ്മൾ, അല്ലാതെ നമ്മളോട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് അതിനുള്ള ഫെസിലിറ്റി കാര്യങ്ങൾ കൊടുക്കണ്ടേ, എങ്കിലാണ് അവർക്ക് നല്ലൊരു പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആരുടെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞേക്കണേ? എംപ്ലോയീസിന്റെ കയ്യിൽ കൊടുക്കണം. Which of the following are ways to improve operation management? Which of the following are ways to improve the operation management? Improve ചെയ്യാനുള്ള മാർഗം. ഒന്നാമത്തെ നോക്കി ഓപ്ഷൻ എയില് ഓട്ടോമാറ്റ് whenever possible. സാധ്യമായ എല്ലായിടത്തും ഓട്ടോമാറ്റ് ചെയ്യുക. രണ്ടാമത്തെ collect and leverage the data, the right data. കളക്ട് ചെയ്യുക, അത് ശേഖരിക്കുക, കളക്ട് ചെയ്യുക. അടുത്തത് ഓപ്ഷൻ സിയില് enable better communication.
enable better communication. Option D, all of the above. ഇത് നമ്മളിപ്പോ വായിച്ചു പോയതാണ്. ഓപ്ഷൻ ഡി അല്ലെ, all of the above. നമ്മളൊരു ഓപ്പറേഷൻ മാനേജ്മെന്റ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? എല്ലായിടത്തും സാധ്യമായ എല്ലായിടത്തും ഓട്ടോമാറ്റ് ചെയ്യുക. നമ്മള് എന്താ മെഷീൻസ്, സാധനങ്ങൾ, അതുപോലെ ടെക്നോളജികൾ ഒക്കെ കൊണ്ടുവരിക. പിന്നെ ശരിയായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുക. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് all of the above. Dash help healthcare leaders make informed decision that steer the organization toward the success and prepare it for crisis. Dash help the healthcare leaders. Healthcare leaders ne endana help cheyane? To make informed decision. ഇത് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട്, ഓർഗനൈസേഷന്റെ വിജയത്തിലേക്ക് നയിക്കുന്നത്, ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനൊക്കെ വേണ്ടി നല്ലൊരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ ലീഡേഴ്സിനെ? ഓപ്ഷൻ എയില് ഡേറ്റ ഹെൽപ്പ് ചെയ്യും, ഓപ്ഷൻ ബിയില് ബില്ല് ഹെൽപ്പ് ചെയ്യും, ഓപ്ഷൻ സി ക്ലെയിം ഹെൽപ്പ് ചെയ്യും, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബവ്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാ? ഓക്കെ, ഡേറ്റ അല്ലെ, കളക്ട് ദ റൈറ്റ് ഡേറ്റ. ശരി, പേഷ്യൻസിൽ നിന്നുള്ള ശരിയായ ഡേറ്റാസ് കളക്ട് ചെയ്താലാണ് നമുക്ക് എന്താ പറ്റുള്ളൂ, ആ ഒരു പേഷ്യൻസിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും, ഓരോ ഓർഗനൈസേഷന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും, ആ ഒരു സ്ഥാപനം ഒരു വിജയത്തിലേക്ക് നയിക്കാനും പറ്റുള്ളൂ. ഡേറ്റ. മാനുവൽ പ്രോസസ് ആർ ഡാഷ്. മാനുവൽ പ്രോസസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ? കോസ്റ്റ്ലി. ഓപ്ഷൻ എയില് കോസ്റ്റ്ലി. Then option B യില് time consuming, option C യില് both A and B, option D യില് none of the above. കുറെയൊക്കെ നമ്മൾ മോക്ക് ടെസ്റ്റിൽ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഞാനൊന്ന് എല്ലാ ഇത് ഒരുമിച്ച് എടുത്ത് ഒന്ന് പറയാട്ടോ. ടെസ്റ്റ് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പോകാനോ. എന്താണ് ആ ഓപ്ഷൻ സി, മാനുവൽ പ്രോസസ് കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. അല്ലെ, മെഷീൻസ് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അത് നമുക്ക് വേഗം വേഗം ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചെലവും അവിടെ കുറവാണ്, അതുപോലെ ടൈമും നമുക്ക് ഒത്തിരി എന്താ നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മള് മെഷീൻസ് വരുന്നത് എന്നാൽ കൈകൊണ്ട് മാനുവലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ചെലവും കൂടുതലാണ്. അല്ലേ, 10 പേര് ഇപ്പൊ മെഷീൻസ് ഒരു മെഷീൻ കൊണ്ട് ചെയ്യുന്ന കാര്യം 10 പേര് വേണ്ടി വരാം. അപ്പൊ അങ്ങനെ അവർക്ക് കൊടുക്കുന്ന സാലറി അങ്ങനെയൊക്കെ വരുമ്പോൾ കോസ്റ്റും കൂടുതലാണ്, കുറെ സമയം എടുക്കും. എത്ര സെക്കൻഡ് കൊണ്ട് തീർക്കുന്നത് ചിലപ്പോൾ മണിക്കൂറുകളോളം വേണ്ടി വരാം വർക്ക് തീരാനായിട്ട്. മാനുവൽ പ്രോസസ് എങ്ങനെയാ? കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. Okay, effective communication among dash is the key to improve the patient outcome. Effective communication among dash is the key to improve patient outcome. ഒരു പേഷ്യന്റിന്റെ ഔട്ട്കം അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആരുടെ ഇടയിലൊക്കെ ഒരു ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം? ഒന്നാമത്തെ കെയർ ഗീവേഴ്സ്, ഓപ്ഷൻ ബി പേഷ്യൻസ്, ഓപ്ഷൻ സി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഓപ്ഷൻ ബി ഓൾ ഓഫ് ദ എബോവ്. ലാസ്റ്റ് സെക്ഷനിൽ വരുന്നതാണ്. എല്ലാവരുടെയും പറയുന്നില്ലേ, കെയർ ഗീവേഴ്സിന്റെ, പേഷ്യൻസിന്റെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഇടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം പേഷ്യന്റ് ഔട്ട്കം ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മളത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. Okay, next.
Next question, okay. Healthcare organization use dash for the task like scheduling, payroll, HR, and clients. Healthcare organizations use dash for task like scheduling, payroll, HR, and clients. ഇവിടെ ഓപ്ഷൻസ് നമ്മൾ മോക്ക് ടെസ്റ്റിൽ ഇട്ട ക്വസ്റ്റ്യൻ ആണത്. മൾട്ടിപ്പിൾ സിസ്റ്റം, സിംഗിൾ സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം. ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോവ്. Okay, multiple system. Hey, multiple system. Next. Okay. Expand GICS. Expand GICS. Global Industry Classification Standard. Option A il kadakkanadaട്ടോ. Global Industry Classification Standards. Option B il Grand Industry Classification Standard. Option C il General Industry Classification Standard. Option D il none of the above. Option A, Global Industry Classification Standard. Next, okay. Dash is the first step down the pathway of the success. Dash is the first step down the pathway of the success. Okay. Option A, capturing data. Option B, assessing data. Then option C, optimizing data. Option D, none of the, all of the above. Capturing data, assessing data, optimizing data. Forget external. Capture ചെയ്യുക, അസസ് ചെയ്യുക, അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക, അത് പ്രയോഗത്തിൽ കൊണ്ടുവരിക. ഒപ്റ്റിമൈസ് ചെയ്യുക. കണ്ടില്ല, ഹെൽത്ത് കെയർ ഓപ്പറേഷണൽ ചലഞ്ചസ് എന്ന് പറഞ്ഞ ആ സെക്ഷനിൽ കിടക്കേണ്ടത്. ഹെൽത്ത് കെയർ ഓപ്പറേഷണൽ ചലഞ്ചസ് അതിനകത്ത് രണ്ടാമത്തെ പാരഗ്രാഫിൽ കിടക്കുന്നുണ്ട്. നമ്മളതേ ഇമ്പോർട്ടന്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അത് നോക്കി പോകണം കേട്ടോ. ചാപ്റ്റർ വായിച്ചു പോകുമ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടേക്കണതൊക്കെ നോക്കുക. ക്യാപ്ചറിങ്, അസസിങ് ആൻഡ് ഓപ്റ്റിമൈസിങ് ഡേറ്റ ഒരുമിച്ച് മൂന്നാക്കി തന്നുള്ളൂ. ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഡൗൺ ദ പാത്വേ ഓഫ് സക്സസ്. നെക്സ്റ്റ് we will check. Which of the following areas comes under challenges facing the health care? Which of the following areas comes under challenges faced by health care? First, challenges cost of the treatment. Option B, time of recovery. Option C, treatment approaches and justification. Option D, all of the above. They are following area comes under challenges. Option D, all of the above. Next, the new healthcare reform law is aimed at helping dash. The new healthcare reform law is aimed at helping dash.
control cost. Then option B is control payments. Then option C is control errors. Option D is none of the above. Option A, control cost. Containerizing cost. The new healthcare reform law is aimed at helping to control cost. You underline ചെയ്തു വെച്ചിട്ടില്ലേ? ആ സെന്റൻസ് underline ചെയ്തു വെച്ചിട്ടുണ്ട്. The new healthcare reform law is aimed at helping control cost. Cost control ചെയ്യാൻ. Next, healthcare executives needed to develop relationship with the dash, who obviously play a key role in the industry. Healthcare executives needed to develop a relationship with the dash. ആരുമായിട്ടൊക്കെ നല്ലൊരു relationship ഉണ്ടാക്കുന്ന പറഞ്ഞേക്കുന്നത്. The option A is doctors, option B is patients, option C is staff, option D is vendors. Partnering with the doctor എന്നുള്ളതിലെ ഫസ്റ്റ് സെന്റൻസ് അതാ കിടക്കുന്നത്. ആരുമായിട്ട് വേണം? ഡോക്ടേഴ്സുമായിട്ട്. ഹെൽത്ത് എക്സിക്യൂട്ടീവ് നീഡ് ടു ഡെവലപ്പ് എ റിലേഷൻഷിപ്പ് വിത്ത് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. Next, to improve clinical and operational effectiveness, GeoVis Incorporation help client dash. GeoVis Incorporation help clients in dash. Option A, reduce clinical variation. Reduce clinical variation. Option B, improve length of stay process. And option C, both A and B. Option D, none of the above. Option C, both A and B. To improve the clinical and operational effectiveness, GeoVis help a client to reduce the clinical variation and to improve the length of stay process. Andile clinical operations first line aanadu. To improve clinical variation, clinical and operational effectiveness, GeoVis Incorporation help clients reduce clinical variation and to improve length of stay process. Okay. നിങ്ങളത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ നോക്കുക. ലാസ്റ്റ് ആ കൺക്ലൂഷൻ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് വരെയാണ് ആ ചാപ്റ്ററിൽ ലാസ്റ്റ് വന്നിരിക്കുന്നത്. അത് കൺക്ലൂഷൻ പോലെയാണ് നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരുന്നത് കേട്ടോ. ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യുന്ന എല്ലാ സ്ട്രഗിൾസിനെയും മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു മോഡൽ, ഒരു മാതൃക ഇനിയും നമ്മൾ കൊണ്ടുവരണം. പാരന്റെയും ലാസ്റ്റ് സെന്റൻസ് അങ്ങനെ പറഞ്ഞാണ് അത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത്രയൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി 6th നമ്മൾ നെക്സ്റ്റ് എടുത്തത് 4ാമത്തെ ചാപ്റ്റർ ആണ്. HIS ആണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതിൽ നിന്ന് ഈ പറഞ്ഞ ഒത്തിരി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് നോക്കാം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം 4ാമത്തെ ചാപ്റ്റർ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്കൊന്നേ ഒന്ന് കഴിഞ്ഞത് ഓർമ്മപ്പെടുത്തി പോകാം. നാലാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പാരഗ്രാഫിലെ HIS എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. എന്താണ് HIS എന്ന് പറയുന്നത്, പിന്നെ അതറിയപ്പെടുന്ന മറ്റൊരു പേരുകൾ കേട്ടോ.
ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. അത് നോക്കാം. പിന്നെ അടുത്തത് നമ്മൾ ആ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അത് നോക്കണം കേട്ടോ. ബെനിഫിറ്റ്സുകൾ ആ 4 പോയിന്റ്സ് തന്നേക്കുന്നത്, അത് വായിച്ചു വെക്കാം. ടെക്സ്റ്റ് ഇല്ലേ നിങ്ങളുടെ കയ്യില്? ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ? യെസ്. ആ 4 പോയിന്റ്സുകൾ നമ്മൾ അന്ന് തന്നെ പഠിപ്പിച്ചപ്പോ തന്നെ പറഞ്ഞതാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. 4 പോയിന്റ്സ് നോക്കി വെക്കാം. പിന്നെ നമ്മൾ ഓരോന്നും ആട്ടോ പറഞ്ഞേക്കുന്നത്. പേഷ്യന്റ് രജിസ്ട്രേഷൻ, structuring medical records to carry out function like admission, discharge, treatment history, etc. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് രൂപപ്പെടുത്തുന്നതിന് മെഡിക്കൽ റെക്കോർഡ് ഇതിനകത്ത് വരുന്നതാണ് പേഷ്യന്റിന്റെ രജിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ് പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യുക, either OPD-യിലേക്കോ IPD-യിലേക്കോ. അത് നോക്കാം. പിന്നെ അടുത്തതാണ് OPD or IPD ഇൻവെസ്റ്റിഗേഷൻ കേസസ്. പിന്നെ IPD അഡ്മിഷൻ ആൻഡ് വാർഡ് അലോക്കേഷൻ. IPD അഡ്മിറ്റ് ചെയ്യുന്നു, വാർഡ് അനുവദിക്കുന്നു. അടുത്തതാണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാം, അതാണ് റൂമിലേക്ക് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യും. അടുത്തത് ഡെപ്പോസിറ്റ്, അഡ്വാൻസസ്, റീഫണ്ട്, ഡിസ്കൗണ്ട് ആൻഡ് കൺസെഷൻ. ഡെപ്പോസിറ്റുകള്, അഡ്വാൻസ്, റീഫണ്ടുകള്, ഡിസ്കൗണ്ടുകള്, അതുപോലെ തന്നെ കൺസെഷൻ കാര്യങ്ങള്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞേക്കുന്ന പേഷ്യന്റ് ലിസ്റ്റ്, അഡ്മിറ്റഡ് ഓർ ഡിസ്ചാർജ്. ഓരോ റിപ്പോർട്ടുകളാണ് പറഞ്ഞേക്കുന്നത്, അതും നോക്കി വെക്കണം. The following are the main report or output generated by HIS. Hospital Information System generate ചെയ്യുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ്? പേഷ്യന്റ് ലിസ്റ്റ്, ബെഡ് ഒക്യുപ്പൻസി റിപ്പോർട്ട്, വാർഡ് അലോക്കേഷൻ റിപ്പോർട്ട്, ഇന്ററിം ബിൽ ബേസിസ് അഡ്വാൻസ് റിപ്പോർട്ട്, അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് രജിസ്റ്റർ, കൺസൾട്ടന്റ് വൈസ് പേഷ്യന്റ്, അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്ന അതൊക്കെ നോക്കാം. പിന്നെ അതിന് ഒരു അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ് ഫോർ കൺസൾട്ടൻസ് ആർ മെയിൻറ്റെയിൻഡ് ഓൺ ദ സിസ്റ്റം. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത്. പിന്നെ അടുത്തതാണ് പത്തോളജി, ലിസ്റ്റ് വായിക്കാം. റേഡിയോളജി, സോണോളജി, കാർഡിയോഗ്രഫി, ന്യൂറോളജി, ബ്ലഡ് ബാങ്ക്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെ കീഴിൽ വന്ന ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. നമ്മൾ മോക്ക് ടെസ്റ്റിന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Which of the following comes under sonology? Sonography reporting, capturing of imaging. പിന്നെ ബ്ലഡ് ബാങ്ക്, അതിന്റെ ഫങ്ഷൻസ് ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിന്റെ പോയിന്റ്സ്. പിന്നെ അവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ബ്ലഡ് ബാങ്കില് നമ്മൾ കീപ്പ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ്, ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ എന്ന് നോക്കാം. റോൾ ഓഫ് ഡാറ്റാബേസ് ഇൻ HIS. HIS നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ഡാറ്റാബേസിന്റെ റോൾ എന്താണ്? നീഡ് ഓഫ് വർക്കിംഗ് ഇൻ HIS. അത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് HIS പറഞ്ഞല്ലേ. HIS എന്താ? ഞാനൊക്കെ ഓപ്ഷൻ വായിക്കണ്ടല്ലോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HIS. അടുത്ത ക്വസ്റ്റ്യൻ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഓൾസോ നോൺ ആസ് ഡാഷ് is also known as dash. Option A, hospital management software, hospital management system, both A and B, none of the above. നമ്മൾ പറഞ്ഞു പോയതാണ് മറ്റു പേരുകൾ. ഓപ്ഷൻ സി ആണ് അല്ലെ, രണ്ടും പറയുന്നുണ്ട്. both A and B. അവിടെ ബോൾഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ. ലാസ്റ്റ് സെന്റൻസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. Next question, dash is an element of health informatics that focus mainly on administration needs of the hospital. First sentence, the dash is an element of health informatics that focus mainly on the administrational needs of hospital. The hospital information system. Options are hospital incident system, hospital information system, hospital improvement system. Option D, none of the above.
പിന്നെ അതിനകത്ത് ബെനിഫിറ്റിന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ പോയിന്റ്സ് ഞാൻ വായിക്കാനുള്ള ബെനിഫിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. Which of the following comes under the benefits of hospital information system? Next question, okay. Dash function of the hospital management information system deals with the registering the new patient either for OPD or IPD. ഇതാ രജിസ്റ്റർ ചെയ്യുന്നത് ഏത് ഫംഗ്ഷൻ ആണ് ഹോസ്പിറ്റലിന്റെ? പേഷ്യന്റ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഇത്, patient registration, then OPD or IPD investigation cases. ഈ HIS ന്റെ ഏത് ഫംഗ്ഷൻ ആണ് പേഷ്യന്റിനെ OPD-യിലേക്കോ IPD-യിലേക്കോ രജിസ്റ്റർ ചെയ്യുന്നത്? ഏതാ? പേഷ്യന്റ് രജിസ്ട്രേഷൻ ഫീലിംഗ് തന്നെയുണ്ട്. HIS ന്റെ ഓരോ ഫംഗ്ഷൻസ് ആണ് ഈ പറയുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അതിൽ HIS നടത്തുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഏത്? പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പേഷ്യന്റ് രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യാണ് പുതിയ പേഷ്യൻസിനെ ഇങ്ങോട്ട് OPD-യിലേക്കോ IPD-യിലേക്കോ എന്ത് ചെയ്യുന്നു? രജിസ്റ്റർ ചെയ്യുന്നു. Okay, Dash is used for tracking of medical records of the patient for that particular OPD visit or IPD admission. Dash is used for tracking. Patients ne track cheyanayittu endha ഉപയോഗിക്കുന്നതൊക്കെ? IPD ID, then option B la OPD ID, option C la both A and B, option D la none of the above. Option C. ആ പാരഗ്രാഫിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. പാരഗ്രാഫിന്റെ ലാസ്റ്റ് കിടക്കുന്നുണ്ട് അത് കേട്ടോ. ഇതാണ് മെഡിക്കൽ റെക്കോർഡ്സ് ട്രാക്ക് ചെയ്യാൻ, പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാനായിട്ട്. ട്രാക്ക് ചെയ്യാൻ IPD or OPD ID ഉണ്ടാകും. ഇനി പിന്നെ once the patient is admitted in the hospital, the room charge starts from the time of dash. Once the patient is admitted in the hospital, the room charge starts from the time of dash. ഏത് സമയത്താണ് room charge start ചെയ്യുന്നത്? Discharge സമയത്ത്, admission സമയത്ത്, then testing, option B, none of the above. At the time of admission. Patient admit ആയി hospital room charge ആരംഭിക്കുന്ന ആ time of admission. Admission time മുതൽ room charge start ചെയ്യും. Which of the following are the main report or outputs generated by HIS? Hospital information system. ഹോസ്പിറ്റൽ ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ്? പറഞ്ഞു പോയതാണ് റിപ്പോർട്ടുകൾ. എനിക്ക് ബെഡ് ഓക്യുപ്പൻസി റിപ്പോർട്ട്, വാർഡ് അലോക്കേഷൻ റിപ്പോർട്ട്, admission or discharge register, all of the above. റിപ്പോർട്ടുകൾ ആ ഹെഡിങ് കണ്ടില്ലേ? അതിന്റെ താഴെയോട്ട് നോക്കണം കേട്ടോ. മെയിൻ റിപ്പോർട്ട്, all of them. Main report or output generated by HIS. ഇതാണ് നോക്കുന്നത്. Dash report gives the information on bed occupancy at a given time, room category wise. ഏത് റിപ്പോർട്ടാണ് ഈ ബെഡ് occupancy information തരുന്നത്? ഏത് റിപ്പോർട്ടാണ്? ഓപ്ഷൻ injury bill versus advance bill, then admission or discharge register, option C la bed occupancy report, then ward allocation report. This report of bed occupancy നേരെ കിടക്കുന്നുണ്ട്. ഫസ്റ്റത്തെ സെന്റൻസ് തന്നെയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. Dash report gives the information of admitted
Information on bed occupancy at any given time in category wise. അത് ഓരോന്നും നോക്കാം കേട്ടോ. ഒന്നാമത്തെ ആണെങ്കിൽ ഒന്നാമത്തേല് ഡാഷ് റിപ്പോർട്ട് ഗിവ് ദ ഇൻഫർമേഷൻ ഓഫ് അഡ്മിറ്റഡ് ഓർ ഡിസ്ചാർജ് പേഷ്യന്റ്. അതേതാ പേഷ്യന്റ് ലിസ്റ്റ് ആണ്, അഡ്മിറ്റഡ് ഓർ ഡിസ്ചാർജ്. ആ റിപ്പോർട്ടാണ് അതേക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അലോക്കേറ്റ് ചെയ്തൊരു വാർഡിനെ കുറിച്ചുള്ളത് വാർഡ് അലോക്കേഷൻ റിപ്പോർട്ട്. This report gives allocated room for parking of the patient. പേഷ്യന്റിനെ ട്രാക്ക് ചെയ്യാനായിട്ട് അവരെ അനുവദിച്ചിരിക്കുന്ന റൂം, അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന റൂം, അതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് നമുക്ക് തരുന്നത് വാർഡ് അലോക്കേഷൻ റിപ്പോർട്ടാണ്. എല്ലാവരും അത് നോക്കാം കേട്ടോ. If the test blood bank section വരെയാണ്, if the test result require approval, the dash has to approve the result. ആരാണ് റിസൾട്ട് അപ്രൂവ് ചെയ്യുന്നത്? The dash has to approve the result. Nurse, staff, supervisor, then pharmacist. ആരാണ് ടെസ്റ്റ് റിസൾട്ട് അപ്രൂവ് ചെയ്യുന്ന ആൾ? ആരാണ്? നേഴ്സ് ആണോ, സ്റ്റാഫ് ആണോ, സൂപ്പർവൈസർ ആണോ, ഫാർമസിസ്റ്റ് ആണോ? ആരാണ്? സൂപ്പർവൈസർ. ഓപ്ഷൻ സി ആണ് അല്ലേ? The test result require approval. The supervisor has to approve the result. അപ്രൂവ് ചെയ്യുന്നത്. പിന്നെ ബ്ലഡ് ബാങ്കിന്റെ ചോദിച്ചിട്ടുണ്ട്, ഡാഷ് deals with the blood transfusion centers. അതറിയാം, ബ്ലഡ് ബാങ്ക് ഏതായിരിക്കും പറയുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, which of the following comes under the sonology? അത് ഓരോന്ന് നോക്കാം. സോണോളജിയുടെ കീഴിൽ വരുന്ന ഏതൊക്കെയാണ് അവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോണോഗ്രാഫി റിപ്പോർട്ടിംഗ്, ക്യാപ്ചറിംഗ് ഓഫ് ഇമേജ്. both A and B, none of the above. Option 3 ആണ് correct. Next question. Investigation can be done only after the dash is done. ഇതിന് ശേഷമാണ് investigation നടത്തുന്നത്. Investigation can be done only after the dash is done. The reporting, billing, discharge, registration. Investigation can be done. Investigations നടത്തുന്നത് ഇതിന് ശേഷം റിപ്പോർട്ടിങ്ങിന് ശേഷമാണോ, ബില്ലിങ്ങിന് ശേഷമാണോ, ഡിസ്ചാർജിന് ശേഷമാണോ, രജിസ്ട്രേഷന് ശേഷമാണോ ഇൻവെസ്റ്റിഗേഷൻ പറയുന്നുണ്ടല്ലോ അതിനകത്ത്? രജിസ്ട്രേഷൻ എന്നല്ല നമ്മൾ അതിനകത്ത് പറയുന്നത്, ബില്ലിങ് നടത്തിയതിനു ശേഷം എന്നല്ലേ? ബില്ലിങ്ങിന് ശേഷം. പിന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ അവിടെ എമർജൻസി പേഷ്യൻസിന് ഇത് ബാധകമല്ല, അവർക്ക് ഫസ്റ്റ് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ നടത്താം. കൺഫ്യൂസ്ഡ് ഉണ്ടോ? ടെക്സ്റ്റില് അങ്ങനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബില്ലിങ്ങിന് ശേഷം നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് നടത്താം. അതായത് ഓരോ ടെസ്റ്റുകൾ കാര്യങ്ങളെ നമ്മൾ ബില്ല് അടച്ചതിന് ശേഷം ഓരോ ടെസ്റ്റുകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. എന്നാല് ഇത് എമർജൻസി പേഷ്യൻസിന്റെ കാര്യത്തിൽ ബില്ല് അടച്ചതിന് ശേഷം ആണെന്നുള്ളത് ആ ഒരു നിയമം അവർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് എന്നാലും നിങ്ങൾ നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ബില്ലിംഗ് ആണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത്, ബില്ലിംഗ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ വന്നാൽ നിങ്ങൾ ബില്ലിംഗ് തന്നെ ചൂസ് ചെയ്യണം കേട്ടോ. ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ ബി ഡൺ ഓൺലി ആഫ്റ്റർ ദ ബില്ലിംഗ് ഈസ് ഡൺ. അങ്ങനെ തന്നെ നോക്കി വയ്ക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന ബ്ലഡ് ബാങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ അതറിയാലോ. ഏതൊക്കെയാണ് റിപ്പോർട്ടുകൾ ബ്ലഡ് ബാങ്കിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റിപ്പോർട്ടുകൾ? ബ്ലഡ് സ്റ്റോക്ക് രജിസ്റ്റർ, ഡോണർ രജിസ്റ്റർ, then investigation report, blood issue register, demographic data donor. ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തത് ഇതൊക്കെയാണ് ആ ചാപ്റ്ററിൽ വരുന്നത്. ഇന്ന് 7th മൊഡ്യൂൾ ഇപ്പൊ നമ്മൾ എടുത്തല്ലേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. 7th മൊഡ്യൂൾ. ഇനി 7th മൊഡ്യൂളിലെ ഒരു ചാപ്റ്റർ അവിടെ നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. 7th മൊഡ്യൂളില് നമ്മള് 3ാമത്തെ ചാപ്റ്റർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ അവിടെ എടുത്തത്.
എമർജൻസി കോഡ്സ് പ്രശ്നമില്ലല്ലോ, 7th മൊഡ്യൂളിൽ അത് എളുപ്പമല്ലേ? ഹോസ്പിറ്റൽ എമർജൻസി കോഡ് നമ്മൾ ലാസ്റ്റ് നമ്മൾ പഠിച്ചു നിർത്തിയതുമാണ്. ആ കോഡുകൾ ഏതൊക്കെയാണ് അത് നമ്മൾ ക്ലാസ്സിൽ പതുക്കെ പ്രൂവ് ചെയ്തത്. ഇനി ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് നമുക്ക് നോക്കി പോവാം. ക്വാളിറ്റി മാനേജ്മെന്റ്, ചെറിയ ചാപ്റ്റർ ആയിരുന്നു. ക്വാളിറ്റി മാനേജ്മെന്റ് മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട്. 7th മൊഡ്യൂളിലെ മൂന്നാമത്തെ ചാപ്റ്റർ. നിങ്ങളുടെ എത്രയാ പേജ് നമ്പർ എത്രയാ ടെക്സ്റ്റിന്? പേജിന് 59 ആണോ? നമ്മുടെ ശൈലി എത്രയാണ്? ക്വാളിറ്റി മാനേജ്മെന്റ് 59 തന്നെയാണ്. അപ്പൊ അതിനകത്ത് നമ്മളെ ക്വാളിറ്റി മാനേജ്മെന്റ് അതിനകത്ത് നിങ്ങള് ക്വാളിറ്റി രണ്ടാമത്തെ പാരഗ്രാഫിന്റെ ക്വാളിറ്റി എല്ലാവർക്കും പറഞ്ഞ എന്താണ്? റെഫേഴ്സ് ടു ഡിഗ്രി ഓഫ് എക്സലൻസ്. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടേക്കുന്നതാണ്. ഡിഗ്രി ഓഫ് എക്സലൻസ്, മികവിന്റെ വിജയം ഡിഗ്രിയാണ്, മികവിന്റെ എക്സലൻസ്, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ദ ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ടു ദ പ്രീ ഡിറ്റർമിൻഡ് സ്പെസിഫിക്കേഷൻ. അത് ക്വാളിറ്റി അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ ഓരോരുത്തരും ക്വാളിറ്റിക്ക് കൊടുത്തേക്കുന്ന വീക്ഷണങ്ങളാണ്. ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്താണ്, ഫാക്ടറി സിസ്റ്റത്തിൽ എന്താണ് ക്വാളിറ്റി പറയുന്നത്, ടൈലർ സിസ്റ്റത്തിൽ എന്താണ് ക്വാളിറ്റി പറയുന്നത്, അത് മൂന്നെണ്ണം നോക്കി വെക്കണം കേട്ടോ. അത് ഏത് ഇതിനകത്ത് ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് ചോദിക്കാം അവിടെ. പിന്നെ നമ്മൾ ഓരോരുത്തരും ക്വാളിറ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. വാൾട്ടർ സ്റ്റുവാർട്ട്, എഡ്വേർഡ് ഡെമിങ്, പിന്നെ ഡോക്ടർ അബിദിയൻ, ഇതൊക്കെ ക്വാളിറ്റിക്ക് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അത് നോക്കാം. പിന്നെ അടുത്തത് കുറച്ച് പോയിന്റ്സ് ആണ്. ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്, അത് ഒന്ന് നോക്കി വെക്കാം. പിന്നെ ഡെഫിനിഷൻസ് ആണ്. അത് JCAHO ക്വാളിറ്റിക്ക് കൊടുത്തേക്കണ ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ ഡെഫിനിഷൻ തന്നെ തന്നിട്ട് എന്താണെന്നുള്ളത് ചോദിക്കാം കേട്ടോ. ആ ഡെഫിനേഷൻ നോക്കി വെക്കുക. പിന്നെ ISO ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, അദ്ദേഹം ISO ക്വാളിറ്റിക്ക് കൊടുത്ത ഡെഫിനേഷൻ. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, the totality of features and the characteristics of a service that bear on its ability to satisfy the stated and implemented needs of the patient is called quality. ഇത് നോക്കാം. ക്വാളിറ്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് ISO ആണ്. നോക്കാം. പിന്നെ അടുത്തതും നമ്മളെ മെഷർ ഓഫ് എക്സലൻസ് അത് നോക്കാം. പിന്നെ ക്വാളിറ്റി ഇസ് ദ ടോട്ടാലിറ്റി, ടോട്ടാലിറ്റി ഓഫ് ഫീച്ചേഴ്സ്, അതും ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ആ ഡൈമെൻഷൻസ്, 7 ഡൈമെൻഷൻസ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ആ പേര് നോക്കി വെക്കും കേട്ടോ. ഡെഫിനിഷൻ ആയിട്ട് നോക്കണ്ട, നിങ്ങൾ ആ ഡൈമെൻഷൻസ് പേരുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഏതെണ്ണത്തിന്റെ നോക്കാം. 7 ഡൈമെൻഷൻസിൽ ഉൾപ്പെടുന്നത് ഏതെന്നുള്ളത് നോക്കാം. പിന്നെ ക്വാളിറ്റി റിക്വയർമെന്റ്സ്, ക്വാളിറ്റിക്ക് എന്തൊക്കെ ആവശ്യമാണ്. ഇൻ ക്വാളിറ്റി റിക്വയർമെന്റ്സ് which of the following are included in quality requirements, അത് നോക്കാം. പിന്നെ why, എന്തുകൊണ്ടാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് ക്വാളിറ്റി ആണ് പറയുന്നത് കേട്ടോ. എന്തിനാണ് ക്വാളിറ്റി മാനേജ്മെന്റ്, ഇതാണ് അതിന്റെ പ്രാധാന്യം, അത് അപ്പോ അനുസരിക്കുന്നത്. പിന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്തൊക്കെയാണ് അവിടെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഡാഷ് ഈസ് ദ ആക്ട് ഓഫ് മാനേജ്മെന്റ് ഫംഗ്ഷൻ to maintain a desired level of excellence. അതാണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Is the act of management function to maintain a desired level of excellence. അതാണ് ക്വാളിറ്റി മാനേജ്മെന്റ്.
ഇനി അവിടെ നമ്മൾ 4 മെയിൻ കമ്പോണൻസ് വരുന്നുണ്ട്. അത് 4 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഏതെങ്കിലും ഒക്കെ നമുക്ക് എടുത്ത് ചോദിക്കുകയാണ്. ക്വാളിറ്റി പ്ലാനിങ്, ഡാഷ് ഈസ് ഡിറ്റർമിൻ, ആ ഓരോ ഇത് നോക്കുക. 4 കമ്പോണൻസ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്വാളിറ്റി പ്ലാനിങ്, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ക്വാളിറ്റി പ്ലാനിങ്, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി എല്ലാം ഡാഷ് ഇട്ട് ചോദിക്കാം. Dash is the means of providing enough confidence that the goals as outlined in the quality planning for a product or services will be fulfilled. That's the quality assurance. അത് 4 നോക്കി വെക്കണം. പിന്നെ അടുത്തതാണ് objective of quality management. പിന്നെ ക്വാളിറ്റി അഷുറൻസ് ആ ഇക്വേഷനിൽ നമ്മൾ അങ്ങനെ നോട്ട് ചെയ്തിട്ടതാണ്. Quality assurance is equal to quality control plus GMP. Manufacturing practices. ആ ഇക്വേഷൻ നോക്കി വെക്കുക. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പർപ്പസ് ആണ് പറഞ്ഞത്. പിന്നെ ക്വാളിറ്റി അഷുറൻസ് പ്രിൻസിപ്പിൾസ്, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. അത് നമ്മൾ ഒരു 2-3 പാരഗ്രാഫ് ആയിട്ട് എന്തിനായിട്ട് നമ്മൾ പറഞ്ഞതാണ് പ്രിൻസിപ്പിൾസ്. നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണതൊക്കെ തന്നെ കുറച്ച് ഡോക്യുമെന്റ്സ് ഞാൻ അതിനകത്ത് ISOന്റെ എക്സ്പാൻഡഡ് ഫോം ആ ഇതിനാട്ടോ ഞാൻ പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റിന് ISOന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ആദ്യം പറയുന്നത്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. പിന്നെ നമ്മൾ അതിനകത്ത് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇല്ലേ അത് നോക്കണം കേട്ടോ. നമ്മളത് ടെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. Quality management principles include കണ്ടില്ലേ? ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നോക്കുക. പിന്നെ അടുത്തത് dash is an essential to quality management. ക്വാളിറ്റി മാനേജ്മെന്റിൽ എസെൻഷ്യൽ ആയിട്ടുള്ളത് എന്താണ്? അതും നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചതാണ് കേട്ടോ. കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇസ് ദ എസെൻഷ്യൽ ടു ക്വാളിറ്റി മാനേജ്മെന്റ്. പിന്നെ the trauma surgeon ensures that the DASH protocol is followed. ഏത് പ്രോട്ടോകോൾ പറഞ്ഞേ? ATLS, Advanced Trauma Life Support. Advanced Trauma Life Support. അതൊക്കെ പാരഗ്രാഫിൽ നിന്ന് അങ്ങനെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Expand EMS, Emergency Medical Services. Emergency Medical Services. For a cardiac arrest patient, the process begins in the moment dash is called. അവിടെ ഒരു നമ്പർ പറയണ്ടല്ലോ, ഏതിൽ വിളിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? ATLS പ്രോട്ടോകോൾ ഒക്കെ ഇവിടെ കൊടുത്തേക്കണം കേട്ടോ. നിങ്ങൾ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നതാണ്, അണ്ടർലൈൻ ചെയ്തേക്കണേല് നിങ്ങൾ നോക്കിയാൽ മതി. ഏത് നമ്പർ വിളിക്കണമെന്ന് പറഞ്ഞേക്കണേ? 911 കണ്ടില്ലേ? For the cardiac arrest patient, the process begins the moment 911 is called. അതിനുള്ളതാണ്. പിന്നെ അടുത്ത എക്സ്പാൻഡ് RCA. RCA എന്തായിരുന്നു? റൂട്ട് കോസ് അനാലിസിസ് ആണ്. റൂട്ട് കോസ് അനാലിസിസ് RCA. പിന്നെ FMEA. FMEA എന്നാ? FMEA ഫെയിലിയർ മോഡ് ആൻഡ് എഫക്ട്സ് അനാലിസിസ്. അത് രണ്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. Dash is essential for an organization to thrive. ഒരു ഓർഗനൈസേഷനെ അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് എന്ത് അത്യാവശ്യമാണ്? ലാസ്റ്റ് പാരഗ്രാഫില് ഫസ്റ്റ് സെന്റൻസ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. നമ്മൾ ആ പാരഗ്രാഫിലൊക്കെ ലാസ്റ്റ് ആ കൺക്ലൂഷൻ കൊടുത്തേക്കുന്നത് പ്രിൻസിപ്പിൾസിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുന്ന പോയിന്റ്സുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കാം കേട്ടോ.
ഒരു ഓർഗനൈസേഷൻ അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അത്യാവശ്യമാണ്. ഇനി 7ാമത്തെ ചാപ്റ്റർ നമ്മൾ ഇപ്പൊ എടുത്തുള്ളൂ, എമർജൻസി കോഡുകൾ. നമ്മൾ ക്ലാസ് എടുത്തപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനിയിപ്പോ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ടീച്ചർമാരൊക്കെ റിവിഷൻ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ഒരുവിധം ഒന്ന് വെറുതെ ഓടിച്ചങ്ങ് പോയി. ഏതൊക്കെ ചാപ്റ്ററുകളാണ് നമ്മൾ എടുത്തേന്നുള്ളതും അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി എങ്ങനെ നിങ്ങൾക്ക് എക്സാമിന്റെ ടൈം ടേബിൾ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? ക്ലാസ് റൂമിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടോ? ഇനിയുള്ള സമയമൊക്കെ നിങ്ങൾ നോക്കിയൊക്കെ പഠിക്കുക കേട്ടോ. ഇല്ല, തന്നിട്ടില്ല അല്ലെ? നിങ്ങളുടെ ക്ലാസ്സിന്റെ അറിയില്ല. ഇപ്പൊ അടുത്ത ആഴ്ച എങ്ങനെയാ ക്ലാസ് എന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിവിഷൻ തന്നെ ആയിരിക്കും കേട്ടോ അടുത്ത ആഴ്ചത്തെ ക്ലാസ്. ഞങ്ങൾക്ക് ഇവിടെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി എന്താ പറയാ, ചിലപ്പോ നിങ്ങൾക്ക് എക്സാമിന്റെ കാര്യങ്ങളും ഡേറ്റുകളും ഒക്കെ നിങ്ങൾക്ക് ഇട്ട് തരികയായിരിക്കും. അപ്പൊ ഇനി നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് ഇനി റിവിഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഇനിയിപ്പോ ഞാനൊന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞോന്നുള്ളൂ കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ നോക്കി വായിച്ച് വെക്കുക. മോക്ക് ടെസ്റ്റുകൾ തന്നേക്കുന്നതൊക്കെ ഒന്ന് നിങ്ങൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ചെയ്യാം കേട്ടോ. ക്ലാസ്സിൽ വൈൻഡപ്പ് ചെയ്യാണേ. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എക്സാമിന്റെ കാര്യങ്ങളും എല്ലാവരും കറക്റ്റ് നിങ്ങൾക്ക് ഇട്ട് തരും കേട്ടോ. ഇവിടുന്ന് ക്ലാസ് റൂമിലേക്ക് നിങ്ങൾക്ക് ഇട്ട് തരും.